ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ എന്നെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബിഗ് ബോസ് മലയാളം സീസൺ 6 10-ാം വാരത്തിലെ നോമിനേഷൻ ലിസ്റ്റ് പ്രഖ്യാപിച്ചു. എല്ലാ സീസണുകളും ഉള്ളതുപോലെ സവിശേഷമായൊരു രീതിയിലാണ് ഇത്തവണ ബിഗ് ബോസ് നോമിനേഷൻ ലിസ്റ്റ് തീരുമാനിച്ചത്. ഈ 2 പേരെ വീതം കൺഫെക്ഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് പരസ്പരം ചർച്ച ചെയ്ത് നോമിനേഷൻ ലിസ്റ്റ് ഉൾപ്പെടുത്തേണ്ടത് ആരെയെന്ന് തീരുമാനിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ബിഗ് ബോസ്. നിശ്ചിത സമയത്തിനകം ഇത് തീരുമാനിക്കാത്ത പക്ഷം ഉടൻ വന്നിരിക്കുന്ന 2 പേരും നോമിനേഷനിലേക്ക് വരുമെന്നും ബിഗ് ബോസ് അറിയിച്ചിരുന്നു. ഇതുപ്രകാരം ആദ്യം വിളിച്ചത് ജാസ്മിനെയും അഭിഷേകിനെയുമാണ്. നിശ്ചിത സമയത്ത് തീരുമാനം എടുക്കാൻ സാധിക്കാത്തതിനാൽ ഇരുവരും ലിസ്റ്റിലേക്ക് എത്തി. ജിൻഡോ, അർജുൻ ഇരുവരെയാണ് അടുത്തായി വിളിച്ചത്. അവരവരെ സേവ് ചെയ്യാൻ 2 പേരും തയ്യാറായിരുന്നു. അതിനാൽ ഇരുവരും ലിസ്റ്റിൽ ഇടം പിടിച്ചു. പിന്നീടെത്തിയത് നോറയും അൻസിബയും മാത്രമാണ്. അൻസിബയെ നോമിനേറ്റ് ചെയ്യാനുള്ള തൻ്റെ പോയിന്റുകൾ നോറ അവതരിപ്പിച്ചു. എന്നാൽ അൻസിബ മറുവാദം നിരത്തിയില്ല. മറിച്ച് നോറയുടെ ആരോപണങ്ങൾ സ്വീകരിക്കുന്നതിനായി പറഞ്ഞതുകൊണ്ട് നോമിനേഷൻ സ്വീകരിക്കുകയായിരുന്നു. അപ്സര, കൃഷി എന്നിവരെയാണ് പിന്നീട് വിളിപ്പിച്ചത്. ഇവർക്കും ഒരാളുടെ പേര് പറയാനായില്ല. അവസാനമായി ഷിജു, ശ്രീതു എന്നിവരെ വിളിച്ചപ്പോഴും അതുതന്നെ ആയിരുന്നു സ്ഥിതി. അങ്ങനെ ഇവരെല്ലാം നോമിനേഷനിലേക്ക് വന്നു. എന്നാൽ ബിഗ് ബോസ് അവസാനം ഒരു ട്വിസ്റ്റ് കാത്തുവച്ചിരുന്നു. ഇത്തവണത്തെ ക്യാപ്റ്റനായ നന്ദനയെയും മോട്ടൽ ടാസ്കിൽ രത്നം സ്വന്തമാക്കിയ സായിയെയും ഒരുമിച്ച് കൺഫെക്ഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിച്ചു. നോമിനേറ്റ് ചെയ്യാനല്ല, മറിച്ച് നോമിനേഷന് ഇടം പിടിച്ചവരിൽ നിന്ന് ഒരാളെ സേവ് ചെയ്യാനാണ് ബിഗ് ബോസ് ആവശ്യപ്പെട്ടത്. ചർച്ചകളിലൂടെ സിജോയുടെ പേര് ഇരുവരും പറഞ്ഞു. ജാസ്മിനെ പിടിച്ചു തള്ളിയതിന് റസ്മിന് 2 ആഴ്ച ഡയറക്റ്റ് നോമിനേഷനാണ്. അങ്ങനെ 10-ാം വാരത്തിലെ നോമിനേഷൻ ലിസ്റ്റ് പ്രഖ്യാപിക്കപ്പെട്ടു. ജാസ്മിൻ, അഭിഷേക്, ജിൻഡോ, അർജുൻ, അൻസിബ, അപ്സര, കൃഷി, ശ്രീതു, റസ്മിൻ എന്നിവരാണ് ഇത്തവണ നോമിനേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നന്ദന, സായ്, നോറ, സിജോ എന്നിവർ മാത്രമാണ് നോമിനേഷനിൽ ഉൾപ്പെടാത്തത്.